ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു റവ ഹൽവൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വെറും ഒരു കപ്പ് റവ വെച്ചിട്ട് നല്ല സിമ്പിളായിട്ട് പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമായിക്കന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമുക്കിതാ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ റവയിലേക്ക് നമ്മൾ ചൂടുവെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പ് റവയിലേക്ക് ഒരു കപ്പ് വെള്ളം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം ഗീ ഒഴിച്ചെടുക്കാം കേട്ടോ. പശുനെയ്യ് തന്നെ വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതാകുമ്പോൾ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാകാൻ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഓയിലും നമ്മൾ ഗീയും കൂടി രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് ഏകദേശം ഒരു 1/4 കപ്പാക്കിയിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ. പക്ഷെ നമ്മൾ ഈ പശുനെയ്യ് മാത്രമായിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഉണ്ടാകാൻ. അപ്പോൾ ആ ഒരു നെയ്യൊന്ന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പഞ്ചസാര ആട്ടോ ചേർക്കുന്നത്. പഞ്ചസാര ചേർത്തിട്ടൊന്ന് നമുക്ക് കാരമലൈസ് ചെയ്ത് എടുക്കണം. അപ്പോൾ അതിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളിത് ഇതിലേക്ക് പഞ്ചസാര ചേർത്തതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് ഒന്ന് സ്പൂൺ വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം അതിൻ്റെ കളർ ഒന്ന് മാറി വരുന്നതിന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കൊന്ന് കളർ മാറി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് കളറൊക്കെ മാറി വരും കേട്ടോ. ഇനി സൈഡ് ഭാഗത്തു നിന്നൊക്കെ പഞ്ചസാര അലിഞ്ഞ് കിട്ടാനും കളർ മാറാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് നടുഭാഗത്തേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതായതൊന്ന് കളർ ഇതുപോലെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇതാ വെള്ളത്തിലൊക്കെ പഞ്ചസാരൻ്റെ നമ്മൾ ഈ ഒരു സിറപ്പൊക്കെ ഇട്ടാലുണ്ടാവുമല്ലോ, അതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരുപാട് കളറങ്ങ് മാറ്റിയെടുക്കണ്ട. ഈ ഒരു പാകത്തിനാക്കിയാൽ ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇതാ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ റവ ഒക്കെ നന്നായിട്ട് കുതിർന്ന് ഏകദേശം ഒന്ന് നമ്മളൊരു പാകത്തിന് നന്നായിട്ടൊന്ന് വെന്ത് വരുമെന്ന് പറയുമല്ലോ. അപ്പോൾ ആ ഒരു രീതിക്കൊന്ന് റവ ഒക്കെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇളം ചൂടുള്ള വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. നല്ല പതക്കുന്ന വെള്ളമല്ല, ഇളം ചൂടുള്ള വെള്ളം കേട്ടോ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റവ നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ അതിൻ്റെ മുകൾ ഭാഗത്ത് നിൽക്കുന്ന വെള്ളം ഒന്ന് കളയാം കേട്ടോ. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഒന്ന് ചെരിച്ച് കൊടുത്താൽ മതി. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഒരു 3-4 പ്രാവശ്യം ഇതുപോലെ ഇങ്ങനെ ആക്കുന്നപ്പോഴത്തേക്ക് തന്നെ അതിലെ വെള്ളമൊക്കെ നന്നായിട്ടങ്ങ് മാറിക്കിട്ടുവേ. അപ്പോൾ ഇത് മൊത്തത്തിൽ അങ്ങ് നമ്മൾ വെള്ളമൊക്കെ കളഞ്ഞെടുക്കണമെന്നില്ല കേട്ടോ. അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ അങ്ങ് സ്പൂൺ വെച്ചിട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള വെള്ളം അതിൽ കിടന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നമുക്കിങ്ങനെ മുകൾ ഭാഗത്ത് വരുന്ന വെള്ളമാണ് നമ്മളെടുത്ത് കളയുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതാട്ടോ അതിൻ്റെ ആ ഒരു പാകം എന്ന് പറയുന്നത്. നമ്മളിപ്പം നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും റവയൊക്കെ ഏകദേശം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഉള്ളത്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ അതിലേക്ക് ഈ റവയും കൂടി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. നല്ല ചൂടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആകുന്നത്. നമ്മൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പ് കത്തിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് ചൂട് ആറുന്നോറും ഇതിങ്ങനെ ഡ്രൈ ആയി വരെയല്ലേ ചെയ്യാൻ. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മിക്സ് ആക്കി എടുക്കാൻ വേണ്ടി പറ്റില്ല. എന്നിട്ട് നമുക്ക് ഒന്ന് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല സെറ്റായിട്ട് കിട്ടിക്കോളാം കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം കൂടി നമ്മളിങ്ങനെ ഏകദേശം ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓണാക്കി കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. ഫുൾ ഫ്ലെയിമിലൊന്നും വെക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് ഈ ഒരു റവയും നമ്മൾ ആ ഒരു പഞ്ചസാരയും നമ്മൾ എണ്ണയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരണം കേട്ടോ. അപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് കേട്ടോ മാറ്റി കൊടുത്തിട്ടുള്ളത്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇനി നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചിട്ട് എടുക്കണേ. ഈ നമ്മൾ റവ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടണം. നല്ല സോഫ്റ്റായിട്ട് വരും. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഏലക്കായ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഏലക്കായപ്പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം. അതിനല്ലാന്നുണ്ടെങ്കിൽ 1-2 ഏലക്കായ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഇതിലേക്ക് ചേർത്താലും മതി കേട്ടോ. ഇനി ഇളക്കി എടുത്തിട്ട് നന്നായിട്ട് ഈ ഒരു കട്ടകൾ പോലെ കിടക്കുന്നതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നന്നായിട്ട് ഉടച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് റവ വിട്ട് വരുന്ന ആ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുക്കാം. കൈ എടുക്കാതെ ചെയ്യുക. പെട്ടെന്ന് റെഡിയായിട്ട് വരും. ഒരുപാട് സമയമൊന്നും പിടിക്കില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാം. കൈ എടുക്കാതെ ചെയ്യണമെന്ന് മാത്രമേ ആട്ടോ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിനാക്കിയാൽ നമുക്ക് ആവശ്യമുള്ള നട്ട്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം കേട്ടോ.
ഇനി നമുക്കിതാ ഇതിപ്പോൾ ഉണ്ടാക്കിയെടുത്ത് പഞ്ചസാര വെച്ചിട്ടല്ലേ. ഇനി പഞ്ചസാര വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടും ചെയ്യാം കേട്ടോ. വെള്ളമോ ശർക്കരയോ നിങ്ങൾക്ക് ഏതാ ആവശ്യം എന്നുള്ള അനുസരിച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയിട്ടെടുക്കാം. ഇതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ പഞ്ചസാര കാരമലൈസ് ചെയ്തിട്ടെടുത്തിട്ടില്ലേ, അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് എണ്ണയിലേക്ക് പഞ്ചസാരക്ക് പകരമായിട്ട് വെള്ളം ചേർത്താൽ മതി. എന്നിട്ട് അതൊന്ന് മെൽറ്റായി കഴിഞ്ഞാൽ ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇനി നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ നമ്മളെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പാകത്തിന് നമ്മൾ റവ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുക ഈ ഒരു സമയത്ത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ചേർത്ത് കൊടുക്കാം. അതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഏത് നട്ട്സ് വേണമെങ്കിലും ചേർക്കാം. ഇനി ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ബദാമാണ് ചേർക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ബദാം ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പ് കാഷ്നട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ഇതിലേക്ക് പഞ്ചസാരയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു നേരിട്ടൊന്ന് വറുത്തിട്ട് അങ്ങനെ നമുക്ക് ഇതിലേക്ക് അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബദാം ചേർക്കാം, കടല ചേർക്കാം കേട്ടോ. കടല വേണമെന്നുണ്ടെങ്കിൽ കടലയും ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ബദാമും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി ഒരുപാട് സമയം വെക്കണ്ട. അപ്പോൾ അങ്ങനെ അത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് പോവും. ഈ ഒരു പാകത്തിനായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വെറൈറ്റി ടേസ്റ്റ് ആട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ കാരമലൈസ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഹൽവക്ക് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഉണ്ടാകുക. നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നത് പാൽ ഒഴിച്ചിട്ട് പഞ്ചസാര ചേർത്തിട്ട് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കിയെടുക്കൽ. അപ്പോൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാകാൻ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. പാലോ ഒന്നും ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഒരുപാട് സമയം എടുക്കില്ല. നമ്മൾ ആദ്യം തന്നെ റവയൊക്കെ കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായിട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ല സിമ്പിളായിട്ട് വാലിട്ടാൽ അലിഞ്ഞ് പോകുന്ന നമുക്കൊരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു സ്വീറ്റ്സ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കില്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ, താങ്ക് യു.